അരുണിലേക്ക്. അരുൺ, 2 മണി സമയമായിരിക്കുന്നു. ശ്രീജ, ഇപ്പോൾ നറുക്കെടുപ്പ് ആരംഭിക്കും. 2 മണിക്ക് തന്നെ നറുക്കെടുപ്പ് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ലോട്ടറി വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അത് നേരത്തെ ട്രയൽ ഒക്കെ നടന്നിരുന്നു. അല്പസമയത്തേക്കും നറുക്കെടുപ്പ് ആരംഭിക്കും. ഇത്തവണ ഉദ്ഘാടന ചടങ്ങുകളും മറ്റൊന്നും ഉണ്ടാകില്ല. മന്ത്രിമാരുടെ സാന്നിധ്യം, മന്ത്രിമാരും എംഎൽഎമാരും ഒക്കെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് സാധാരണഗതിയിൽ ഈ നറുക്കെടുപ്പിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ അതും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കൊണ്ട് തന്നെ അതും ഉണ്ടാകില്ല. ഏതായാലും അല്പസമയത്തിനകം ഈ നറുക്കെടുപ്പ് ആരംഭിക്കും. 12 കോടിയാണ് ഒന്നാം സമ്മാനം. 12 കോടിയാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യവാനെ കാത്തിരിക്കുന്ന തുക. അത് ആർക്കാണ് എന്നാണ് ഇനി അറിയേണ്ടത്. 40 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. 40 ലക്ഷം ടിക്കറ്റുകളും ഏറെക്കുറെ വിറ്റുപോയി എന്നാണ് ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിന് ലഭിക്കുന്ന വിവരം. 12 കോടി രൂപ ഒന്നാം സമ്മാനം. പിന്നെ ഓരോ പരമ്പരയ്ക്കും ഓരോ കോടി രൂപയുടെ സമാശ്വാസ സമ്മാനം, രണ്ടാം സമ്മാനം ഉണ്ടാകും. അതിനുശേഷമുള്ളത് 5 ലക്ഷം രൂപ വീതം 10 പേർക്കാണ്. അത് ഓരോ പരമ്പരയിലും 2 പേർക്ക് വീതം 5 ലക്ഷം രൂപ ലഭിക്കും. 4ാം സമ്മാനമായി 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കും. കൂടാതെ 5000, 1000, 500, 300 വരെയുള്ള സമ്മാനങ്ങൾ. ടിക്കറ്റ് വിലയും 300 രൂപയാണ്. അങ്ങനെ ഇത്രയധികം സമ്മാനം. അരുൺ, ഔദ്യോഗികമായുള്ള നറുക്കെടുപ്പിന്റെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് പോകാം, തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ച് സുതാര്യത ഉറപ്പുവരുത്തിയതും നറുക്കെടുപ്പ് പരിശോധന സമിതി അംഗങ്ങളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ ഇന്നത്തെ നറുക്കെടുപ്പിന് അനുയോജ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന നറുക്കെടുപ്പ് മെഷീനാണ് നാം ഉപയോഗിക്കുന്നത്. 1, 2, 3 സമ്മാനങ്ങൾ നറുക്കെടുക്കുന്നതിന് പരമ്പരയും ലക്ഷം മുതൽ ഒറ്റ വരെയുള്ള അക്കങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വിൻഡോയും മെഷീനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ലക്ഷത്തിന്റെ സ്ഥാനത്ത് 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളും മറ്റെല്ലാ സ്ലോട്ടുകളിലും 0 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങളും ക്രമരഹിതമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വിൻഡോയിലെയും സ്ലോട്ടുകളിലെയും നമ്പറുകളും അക്ഷരങ്ങളും വ്യത്യസ്ത വേഗത്തിൽ കറങ്ങി നിൽക്കുന്നു. ഇപ്രകാരം വിൻഡോയിൽ ലഭിക്കുന്ന നമ്പർ സമ്മാനാർഹമായ നമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ നിയോഗിച്ചിട്ടുള്ള ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുനിത എസ്, സമിതിയിലെ മറ്റംഗങ്ങളായ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ മാധവദാസ്, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സുമി ബാലു, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹരികുമാർ, ബഹുമാനപ്പെട്ട സിനി ആൻഡ് സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി ഗിരിജ സുരേന്ദ്രൻ എന്നിവരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺ ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുക്കുന്നത്. കൂടാതെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി 2 തവണ ട്രയൽ നടത്തുന്നു. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് എപ്പോഴും ഓണം ബമ്പറാണ്. അതിൻ്റെ സമ്മാനത്തുക വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ആവശ്യക്കാരും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണ പക്ഷേ ഓണം ബമ്പറിന് പോലും വേണ്ടത്ര ആളുകൾ എത്താത്തൊരു സാഹചര്യത്തിൽ നറുക്കെടുപ്പ് നീട്ടിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. ഇത്തവണ എങ്ങനെയാണ് പൊതുവെ ഈ പൂജാ ബമ്പർ എത്രത്തോളം വിറ്റുപോയിട്ടുണ്ട്? എന്താണ് സർക്കാർ നൽകുന്ന വിവരങ്ങൾ? 40 ലക്ഷം ടിക്കറ്റാണ് അച്ചടിച്ചത്. അത് ഏറെക്കുറെ വിറ്റുപോയി എന്ന ഒരു നിഗമനമാണ് ഡോക്ടർ ഡയറക്ടറേറ്റ് വരുന്നത്. അതിനപ്പുറത്തേക്കുള്ള കൃത്യമായ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. മഴയായതുകൊണ്ട് തന്നെ കച്ചവടം കുറയുമോ തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ഈ ലോട്ടറി വിൽപ്പന കടകളിൽ പോകുമ്പോൾ അവർ ഏറെക്കുറെ വിറ്റുപോയി എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. വളരെ ചുരുക്കം ടിക്കറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ സാധാരണ നമുക്കറിയാവുന്നതാണ് ഈ തിരുവോണം ബമ്പർ പോലെ അത്ര
അധികം ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു സാഹചര്യം പൂജ ബമ്പർ ഉണ്ടാകില്ല. തിരുവോണ ബമ്പർ സമ്മാനഘടന അത്ര വലുതായതുകൊണ്ട് തന്നെ വലിയധികം ആളുകൾ ആ രീതിയിൽ എടുക്കാറുണ്ട്. അത്രയധികം ആളുകൾ ഇതിനു വേണ്ടി വരാറില്ല. പക്ഷെ അപ്പോഴും പൂജ ബമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു ബമ്പർ ലോട്ടറിയാണ് കേരള ലോട്ടറി വകുപ്പിന്റെ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് 40 ലക്ഷം വലിയൊരു കണക്കായി തന്നെ പറയേണ്ടി വരും. വിറ്റ ടിക്കറ്റുകളും തിരിച്ച് വന്നിട്ടുമില്ല. അശ്വതി ടിക്കറ്റുകൾ തന്നെ വിതരണം ചെയ്തത് തിരികെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്രയും ടിക്കറ്റ് വിറ്റുപോയി തീരുമാനം തന്നെ ലോട്ടറി വകുപ്പ് കണക്കാക്കും. അത്രയും ടിക്കറ്റുകളുടെ പൈസ ലോട്ടറി വകുപ്പിന് സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യും. ഈ സമ്മാനഘടനയും വളരെ മികച്ച ഒരു സമ്മാനഘടനയാണ് ഇതിനും ഉള്ളത്. ഏറ്റവും കുറഞ്ഞ സമ്മാനം ടിക്കറ്റിന്റെ വില 300 രൂപ തന്നെയാണ്. ആ 300 രൂപ ലഭിച്ചാൽ തന്നെ നഷ്ടമില്ലാതെ പോകുന്ന കണക്കൂട്ടുന്ന ആളുകൾ പലരും കെട്ടുകണക്കിന് ടിക്കറ്റ് എടുക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സീരീസുകളിലുള്ള ടിക്കറ്റുകൾ നേരത്തെ അടിച്ച ടിക്കറ്റുകളുടെ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ആ നമ്പർ പാറ്റേൺ ഒക്കെ നോക്കി അതൊക്കെ പഠിച്ച് വളരെ കൃത്യമായി ശാസ്ത്രീയമായി തന്നെ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൃത്യമായി അവർക്ക് ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ചില്ലെങ്കിലും ഈ സമാശ സമ്മാനങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷ അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. ഒരു ടിക്കറ്റ് മാത്രം എടുക്കുന്ന ആളുകളുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രായ ഭേദമന്യേ ആളുകൾ വലിയ രീതിയിൽ ടിക്കറ്റ് എടുക്കാൻ വരുന്നുണ്ട്. നിരവധി ആളുകൾ പുറത്തുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഈ ടിക്കറ്റിന്റെ നമ്പർ എടുത്ത് അയച്ചു കൊടുക്കുക, ഓൺലൈൻ വഴി പൈസ വാങ്ങുക, ആ രീതിയിലുള്ള കച്ചവടമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾക്ക് വലിയ അത്താണിയാണ് ലോട്ടറി കച്ചവടം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുറത്തുള്ള ആളുകളുമൊക്കെ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് മെമ്പർ ടിക്കറ്റ് എടുത്ത് പോകുന്നതും നമുക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രം ആ പ്രദേശങ്ങളിലൊക്കെ ഈ ടൂറിസം സീസണോടനുബന്ധിച്ച് വരുന്ന ആ തിരക്കിൽ വരുന്ന ആളുകളുമൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കടകളിൽ തിക്കി തിരക്കുന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും എടുക്കുന്ന ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓണം ബമ്പറിന്റെ അടുത്തെത്തില്ലെങ്കിൽ പോലും വലിയ വിൽപ്പന ഇതിലും നടന്നിട്ടുണ്ട്. ശ്രീജ, ബി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ $12 കോടിയാണ് സമ്മാനത്തുക. പൂജ ബമ്പർ നറുക്കെടുപ്പ് ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. JE എന്നിവയാണ് 1 ലക്ഷം മുതൽ 8,99,999 വരെയുള്ള പൂജ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് വകുപ്പ് ഓരോ പരമ്പരകളിലും അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ 9 ലക്ഷത്തിൽ തുടങ്ങുന്ന പ്രിന്റ് ചെയ്യാത്ത നമ്പറുകൾ, വിറ്റഴിക്കപ്പെടാത്തവ, യന്ത്രത്തിൽ ശരിയായി കാണുവാൻ സാധിക്കാത്ത നമ്പറുകൾ, പരമ്പരകൾ എന്നിവ വരുന്ന പക്ഷം ആ നറുക്കെടുപ്പ് അപ്പോൾ തന്നെ റദ്ദു ചെയ്ത് നറുക്കെടുപ്പ് ആവർത്തിക്കുന്നതായിരിക്കും. പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം എല്ലാ പരമ്പരകൾക്കും പൊതുവായി നൽകുന്നു. 1ാം സമ്മാനം 12 കോടി രൂപയും 2ാം സമ്മാനം 1 കോടി വീതം 5 പരമ്പരകൾക്കും നൽകുന്നു. പൂജ ബമ്പർ ഭാഗ്യക്കുറി 40 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ 39,10,660 എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ 89,340 എണ്ണവുമാണ്. പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 12 കോടി രൂപയാണ് 1ാം സമ്മാനത്തുക. 1ാം സമ്മാനം നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി സുനിത എസിനോട് അഭ്യർത്ഥിക്കുന്നു. പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനത്തിന് അർഹമായ നമ്പർ JD 545542. JD 545542.